ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാങ്കിങ്ങിന്റെ സെക്കൻഡ് എക്സസൈസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു. സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വീഡിയോസ് ആയിട്ടാണ് ചെയ്തത്. സോ ഇത് നമുക്ക് സെക്കൻഡ് എക്സസൈസ് ആണ്. ഇതിലിപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും നോളജബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടൊന്നും വരുന്നില്ല. നമ്മൾ പഠിച്ച കണ്ടന്റ്സ് തന്നെയാണ്. സോ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. പ്രമോദ് ഡെപ്പോസിറ്റ് 600 rupees per month in a recurring deposit account for 4 years. If the rate of interest is 8% per year, calculate maturity value of this account. So deposited amount അതാണ് നമുക്ക് പ്രിൻസിപ്പൽ ആയിട്ട് വരുന്നത് അല്ലേ, 600 rupees. നെക്സ്റ്റ് 4 ഇയേഴ്സ് ആണ്, എന്നിന്റെ വാല്യൂ 4 ഇയേഴ്സ് ആണ്. സോ അതിനെ മന്ത്സിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ 4 into 12 അതായത് 48 മന്ത്സ് എന്ന് വരും. ഇയേഴ്സിനെ മാറ്റിയിട്ട് നമ്മൾ മന്ത്സ് ആക്കി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R is equal to 8% എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മെച്യൂരിറ്റി വാല്യൂ. സോ മെച്യൂരിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. P into N into N plus 1 by 2 into 12 into R by 100. So നമുക്ക് ഓൾറെഡി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 600 into 48 into 48 plus 1 അതായത് 49 by 2 into 12 24 into rate 8 ആയിരുന്നു തന്നിരുന്നത്, ഡിവൈഡഡ് ബൈ 100. സോ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്കും എത്രയാ വാല്യൂ കിട്ടണേന്ന് നോക്കാം. ഓക്കെ, സോ നമ്മളുടെ റിമൈനിങ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 12 into 49 into 8 ദറ്റ് ഈസ് 4704 rupees എന്ന് കിട്ടും. ഇതാണ് ഇൻട്രസ്റ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് മെച്യൂരിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. മെച്യൂരിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇൻട്രസ്റ്റിന്റെ കൂടെ പ്രിൻസിപ്പൽ ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് ആഡ് ചെയ്തെടുക്കണം. സോ P into N plus I. സോ P ആവുമ്പോഴത്തേക്കും 600 ആണ്, നമ്പർ ഓഫ് മന്ത്സ് 48 ആയിരുന്നു, ഇൻട്രസ്റ്റ് നമുക്ക് 4704 ആണ് കിട്ടിയത്. സോ 28,800 പ്ലസ് 4704. ഓക്കെ, സോ ആഡ് ചെയ്തെടുക്കുമ്പോൾ 33,504 rupees എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മെച്യൂരിറ്റി വാല്യൂ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. Ritu has a recurring deposit account in a bank and deposit 80 rupees per month for 18 months. Find the rate of interest paid by the bank if the maturity value of account is 1,554 rupees. So ഇതിൽ നമുക്ക് number of months 18 months എന്ന് തന്നിട്ടുണ്ട്. ഡെപ്പോസിറ്റഡ് എമൗണ്ട് അതായത് പ്രിൻസിപ്പൾ 80 rupees എന്നാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഫൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ട് 1,554 rupees എന്നാണ് മെച്യൂരിറ്റി വാല്യൂ തന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യമേ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എഴുതാം. ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു P into N into N plus 1 by 2 into 12 into R by 100. Okay, so principal 80 ആയിരുന്നു into N 18 ആയിരുന്നു, N plus 1 ആവുമ്പോൾ 18 plus 1 19 എന്ന് കിട്ടും, by 2 into 12 into R. R ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനുള്ളത്. സോ ബാക്കി വാല്യൂസ് എല്ലാം സിംപ്ലിഫൈ ചെയ്ത് എടുക്കാം. ബാക്കി നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 into 4 19 into 6 അതായത് 114 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 10. സോ 11.4 rupees എന്നാണ് കിട്ടുന്നത്. പക്ഷെ R ഉണ്ട്. സോ 11.4 R എന്ന് കിട്ടും, R ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് മെച്യൂരിറ്റി വാല്യൂയുടെ ഫോർമുല എഴുതാം. മെച്യൂരിറ്റി വാല്യൂ ആവുമ്പോഴത്തേക്ക് P into N plus I ആണ്. സോ പ്രിൻസിപ്പൽ 80 ആയിരുന്നു, നമ്പർ ഓഫ് മന്ത്സ് 18 ആണ്, പ്ലസ് I 11.4 R തൊട്ട് മുമ്പേ കിട്ടിയത്. മെച്യൂരിറ്റി വാല്യൂ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, 1,554 ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാം. സോ 18 into 8 ചെയ്തെടുക്കുന്ന സമയത്ത് 144 എന്നാണ് കിട്ടുന്നത്, 1440 പ്ലസ്
11.4r is equal to 1554. ഇതെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ 1554 minus 1440 is equal to 11.4r. So രണ്ടും കൂടെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് 114 എന്ന് കിട്ടും, which is equal to 11.4r. So r കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഡിവൈഡ് ചെയ്ത് വരും. 114 by 11.4r എന്നാണ് കിട്ടുന്നത്. That is 10 എന്നിട്ട്. So r is equal to 10% ആണ് വരുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. Next question, maturity value of a RD account is 16,176 if the monthly installment is 400 rupees and rate of interest is 8%. Then find the time period of this RD account. So n ന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. മെച്യൂരിറ്റി വാല്യൂ അവർ പറഞ്ഞിരിക്കുന്നത് 16,176 rupees. If the monthly installment, so principal 400 rupees ആണ്, rate of interest 8%. n ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. So just നമുക്ക് ആദ്യത്തെ ഫോർമുല എഴുതാം. Interest is equal to P into n into n plus 1 by 2 into 12 into r by 100. So 400 into n into n plus 1 by 24 into r by 100. So simplify ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് n into n plus 1. r ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. r 8% ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ രണ്ടും 2ൽ പോവും. 4ഉം 3ഉം. സോ 4 by 3 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. 4n into n plus 1 by 3. കാരണം n ന്റെ വാല്യൂ തന്നിട്ടില്ല. സോ ഇത്രയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുന്ന വാല്യൂസ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി വാല്യൂയുടെ ഫോർമുല. മെച്യൂരിറ്റി വാല്യൂ is equal to P into n plus I ആണ്. അതിൽ P യുടെ വാല്യൂ 400 ആയിരുന്നു. n ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. പ്ലസ് ഇൻട്രസ്റ്റ്, തൊട്ട് മുമ്പേ കിട്ടിയ ഇൻട്രസ്റ്റ് 4n into n plus 1 by 3. 4n into n plus 1 by 3 ആണ് നമുക്ക് കിട്ടിയത്. മെച്യൂരിറ്റി വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുകയാണ് മെച്യൂരിറ്റി വാല്യൂ. മെച്യൂരിറ്റി വാല്യൂ വന്നിട്ട് 16,176 ആണ്. 16,176 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെച്യൂരിറ്റി വാല്യൂ. സോ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കും. ആദ്യം സിംപ്ലിഫൈ നോക്കാം. 4n into n plus 1 by 3. സോ ഇവിടെ മാത്രമേ ഡിനോമിനേറ്റർ ഉള്ളൂ. സോ നമുക്ക് കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടി ഇതിലും കൂടെ നമ്മളുടെ ഡിനോമിനേറ്റർ ടേം മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 400 into 3. 1200 n plus 4n. ഇതകത്ത് മൾട്ടിപ്ലൈ ആണ്. 4n into n, 4n square plus 4n by 3 എന്നിട്ട് ഇനി 3 ക്രോസ് ചെയ്ത് നമ്മളുടെ കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണെങ്കിൽ ക്രോസ് ചെയ്ത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തുള്ള ടേമുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാം. ഡിവിഷൻ അപ്പുറത്തോടുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ 16,176 into 3 is equal to 1200 n plus 4n square plus 4n. ബാക്കി ടേംസ് എല്ലാം അതേപോലെ തന്നെ എഴുതി, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. സോ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48,528 എന്നിട്ട് 4n square plus 4n plus 1200 n. ഓക്കെ, ഇതിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഈ ടേം ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. സോ 1204 n minus 48,528 is equal to 0. ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിനെ നമുക്ക് കോമൺ ടേം വെച്ച് ക്യാൻസൽ ചെയ്ത് നമ്മളുടെ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ എഴുതാം. സോ എല്ലാം നമ്മളുടെ 4ൽ പോകും. സോ 4ൽ ഇത് 1 ടൈംസ്, ഇത് 4ൽ 301, ഇത് 4ൽ വന്നിട്ട് 12132. ഓക്കെ, സോ നമ്മുടെ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ആയി. സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ. ഇതിൽ സമം പ്രോഡക്റ്റും വെച്ചോ അല്ലെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് വെച്ചോ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. സോ സം വന്നിട്ട് 301 ആണ്. പ്രോഡക്റ്റ് വന്നിട്ട് -12132 ആണ്.
സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ n സ്ക്വയർ പ്ലസ് സം 301 പിന്നെ നമുക്ക് പ്രോഡക്റ്റ് ഇതും കിട്ടുന്ന നമ്പേഴ്സ്. നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, -v പ്ലസ് ഓർ മൈനസ് ഇട്ട് ചെയ്താൽ മതി. ഇതിപ്പോ വലിയ വാല്യൂസ് ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. എങ്കിൽ നിങ്ങൾ മറ്റേ മെത്തേഡിൽ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ നമ്മളുടെ നമ്പേഴ്സ് വന്നിട്ട് 337 പിന്നെ 36 ആണ് വരുന്നത്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 301 കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് 12132 എന്ന് കിട്ടും. അതിൽ പ്രോഡക്റ്റ് നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഒരെണ്ണത്തിന്റെ സൈൻ മൈനസ്, ചെറിയ നമ്പറിന്റെ സൈൻ മൈനസ് ആയതുകൊണ്ടാണ് സമ്മില് പ്ലസ് വന്നത്. സമ്മില് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് ആണെങ്കിൽ വലിയ നമ്പറിന്റെ സൈൻ പ്ലസ്, ചെറിയ നമ്പറിന്റെ സൈൻ മൈനസ്. സോ 337n മൈനസ് 36n പിന്നെ ലാസ്റ്റ് 12132. ഓക്കെ, സോ നമ്മളുടെ നടുക്കത്തെ ടേംസിന് രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കോമൺ എടുക്കുകയാണ്. കോമൺ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്, അതറിയാലോ. സോ n പ്ലസ് 337 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ n ഇസ് ഈക്വൽ ടു മൈനസ് ടേം. സോ n നെഗറ്റീവ് ആവില്ലല്ലോ, കാരണം നമ്മളുടെ മന്ത്സ് അല്ലേ, മന്ത്സ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പിന്നെ നമ്മുടെ പോസിറ്റീവ് വാല്യൂ ഏതാണ് കിട്ടണേന്ന് നോക്കണം. സോ n is equal to 36, അതാണ് നമ്മുടെ പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടണേ. സോ 36 months എന്ന് കിട്ടും. 36 monthsനെ നമ്മൾ ഇയേഴ്സ് ആക്കുന്ന സമയത്ത് 3 years 12 വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സോ 3 years എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. So next question, Mr. Bajaj needs 30,000 rupees after 2 years. What lease money in multiple of 5 must be deposit every month in a recurring deposit account to get a required money after 2 years. The rate of interest being 8%. So നമ്മളുടെ ഈ മിസ്റ്റർ ബജാജിന് വേണ്ട എമൗണ്ട് 30,000 ആണ്. അതായത് മെച്യൂരിറ്റി വാല്യൂല് കിട്ടുന്ന എമൗണ്ട് 30,000 rupees ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് 2 years ആണ്. പക്ഷെ അതിന് നമുക്ക് മന്ത്സിലല്ലേ എടുക്കുന്നത്. സോ 24 months ആണ്. What leaves money must he deposit every month in a recurring deposit account to get required money? Rate of interest 8%. So principal നമുക്ക് തന്നിട്ടില്ല, പ്രിൻസിപ്പിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഇൻട്രസ്റ്റിന്റെ ഫോർമുല എഴുതാം. I is equal to P into n plus 1 by 2 into 12 into R by 100. Okay, so principle അറിയത്തില്ല. n into value 24 plus 1 ആവുമ്പോൾ 25 by 2 into 12 24 into rate 8% ആയിരുന്നു by 100. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ വാല്യൂ വന്നിട്ട് നമുക്ക് കിട്ടുന്നത് 2 ആണ്. സോ 2 പിന്നെ ഒരു വേരിയബിൾ ഉള്ളത് p. സോ 2p ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇനി മെച്യൂരിറ്റി വാല്യൂയുടെ ഫോർമുല p ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് പ്ലസ് ഇൻട്രസ്റ്റ്. സോ പ്രിൻസിപ്പിൾ അറിയത്തില്ല, നമ്പർ ഓഫ് മന്ത്സ് 24 ആയിരുന്നു, പ്ലസ് ഇൻട്രസ്റ്റ് 2p ആണ്. സോ 24p പ്ലസ് 2p ആൻസർ 26p എന്ന് കിട്ടും. 24p plus 2p, that is 26p എന്നാണ് കിട്ടുന്നത്. ഇനി അതിൽ ഓൾറെഡി മെച്യൂരിറ്റി വാല്യൂ തന്നിട്ട് 30,000 ആണ് തന്നിരിക്കുന്നത്. അതിൽ p കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളുടെ ഡിവൈഡ് ചെയ്തെടുക്കാം. സോ 30,000 ഡിവൈഡഡ് ബൈ 26 is equal to p എന്ന് കിട്ടും. അതായത് നമ്മൾ ക്യാൻസലേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും 1153.84 rupees എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾസ് ഓഫ് 5ലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പൊ ഇതിനെ മൾട്ടിപ്പിൾ ഓഫ് 5 ആക്കണം. നമുക്ക് കിട്ടിയ എമൗണ്ട് മൾട്ടിപ്പിൾ ഓഫ് 5 അല്ല, നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 5. സോ ഇതിനെ മൾട്ടിപ്പിൾ ഓഫ് 5 ആക്കണമെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതണം. ദാറ്റ് ഈസ് 1155. ദ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ടു ഇറ്റ് 1155 എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ കറക്റ്റ് അവര് പറഞ്ഞിരിക്കുന്നത് 30,000 rupees കിട്ടണമെന്ന്. കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ബിക്കോസ് ബജാജിന് 30,000 വേണം. പക്ഷെ അയാൾക്ക് അതിൽ കൂടുതൽ കിട്ടിയാലും ഇഷ്യൂ ഇല്ല. കാരണം മിനിമം അയാൾക്ക് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് 30,000 rupees വേണം. നമുക്ക് അതിൽ കുറച്ചുകൂടെ കിട്ടിയാലും ഇഷ്യൂ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ മിനിമം എന്താണ് അതിന്റെ കുറച്ചുള്ള എമൗണ്ട്. ഇപ്പൊ ഇതിന്റെ ലീസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെയും കാട്ടിലും ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെയും കാട്ടി ചെറിയ വാല്യൂ ആണ് എടുക്കുന്നെങ്കിൽ
നമ്മളുടെ ബജാജിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാട്ടിലും 30,000 കാട്ടി താഴെയായിരിക്കും. പക്ഷെ ബജാജിന് 30,000 വേണമെന്നുള്ളതുകൊണ്ട് ഇതിനേക്കാട്ടിലും കൂടുതൽ എമൗണ്ടേ നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് മൾട്ടിപ്പിൾസ് ഓഫ് 5 പറയാൻ പറ്റും. സോ അത് കാരണമാണ് ഈ ഒരു എമൗണ്ട് പറയുന്നത്. ഇതാണ് നമുക്ക് വരുന്നത് പ്രിൻസിപ്പൽ, ബിക്കോസ് ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. Next question, Mr. Richard has a recurring deposit account in a post office for 3 years. So ഞാൻ എഴുതാണ് n-ന്റെ വാല്യൂ 3 years, പിന്നെ മന്ത്സിലാണ് നമുക്ക് ചെയ്യേണ്ടത്. So 36 months. പിന്നെ at 7.5% per annum. So നമുക്ക് റേറ്റ് വന്നിട്ട് 7.5%. If he gets 8,325 as interest. Interest തന്നിരിക്കുകയാണ് 8,325 rupees at the time of maturity. Find the monthly income. So monthly income ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, so principal ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ maturity value കണ്ടുപിടിക്കണം. Okay, principal maturity value കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. I is equal to P into N into N plus 1 by 2 into 12 into R by 100. So ഇതിലെ principal എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. n-ന്റെ വാല്യൂ 36 കിട്ടി. 36 plus 1 ആകുമ്പോൾ 37 by 24 into R. R 7.5 ആണ്, divided by 100. Interest already 8,325 എന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു. നമുക്കിത് ക്യാൻസലേഷൻ ഒക്കെ ചെയ്ത് എന്താണ് വാല്യൂ കിട്ടണേന്ന് നോക്കാം. ഓക്കെ, ഞാൻ രണ്ടിനെയും 4 വെച്ച് വെട്ടി. ഇത് 9 ടൈംസ് ആണ്. ഇത് നമുക്ക് 4ൽ 6 ടൈംസ് ആണ്. വീണ്ടും നമുക്ക് 3 വെച്ച് വെട്ടാം. 3ഉം 2ഉം. ഇനി നമുക്ക് ക്യാൻസലേഷൻ പാർട്ടൊന്നും ഇല്ല. അപ്പൊ ക്യാൻസലേഷൻ പാർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ക്രോസ് ചെയ്തെടുക്കാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 3 into 37 വരും. 101 എന്നാണ്, സോറി 111 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 111. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇൻറ്റു 7.5, 111 into 7.5 by 2 into 100p is equal to 8,325. ഇതെല്ലാം ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇതെല്ലാം താഴോട്ട് ക്രോസ് ചെയ്യാം. So 8,325 into 2 into 100 divided by into 100 divided by 111 into 7.5 is equal to principal. So principal കണ്ടുപിടിക്കാൻ വേണ്ടി താഴെയുള്ള മുകളിലോട്ട്, മുകളിലുള്ള താഴോട്ടും ക്രോസ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാം. ഇതിനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2,000 rupees എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ കാൽക്കുലേഷൻ എന്തായാലും ചെയ്ത് നോക്കണം. പ്രിൻസിപ്പൽ നമുക്ക് 2,000 rupees എന്ന് കിട്ടും. ഇനി മെച്യൂരിറ്റി വാല്യൂ ആണ് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് പാർട്ടിൽ മെച്യൂരിറ്റി വാല്യൂ പ്രിൻസിപ്പൽ ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അതായത് പ്രിൻസിപ്പൽ 2,000 ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് 36 ആയിരുന്നു, പ്ലസ് ഇൻട്രസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 8,325. സോ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 72,000 പ്ലസ് 8,325 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 80,325 rupees ആണ് കിട്ടുന്നത്. ഇതാണ് നമുക്ക് വരുന്ന മെച്യൂരിറ്റി വാല്യൂ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. Next question, Gopal has a cumulative deposit account and deposit 900 rupees per month for a period of 4 years. He gets 52,020 rupees at the time of maturity. Find the rate of interest. So ഇതിലെ principal എന്ന് പറഞ്ഞാൽ 900 rupees ആണ് പറയുന്നത്. ടൈം പീരീഡ് 4 years. സോ അതിന് മന്ത്സിലോട്ട് ആക്കുമ്പോഴത്തേക്കും 4 into 12 അതായത് 48 months എന്ന് കിട്ടും. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല. പിന്നെ he gets മെച്യൂരിറ്റി വാല്യൂ പറഞ്ഞിരിക്കുന്നത് 52,020 rupees എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു P into N into N plus 1 by 2 into 12 into R by 100. Okay, so വരുമ്പം 900 into 48 into 48 plus 1 49 by 24 into R by 100.
സോ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 882 R എന്ന് കിട്ടും. ഓക്കെ, 882 R. ഓക്കെ, സോ നമുക്ക് താഴത്തെ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തുമായിരുന്നു. ബാക്കി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 882 R rupees എന്ന് കിട്ടും. ഇനി നമ്മളുടെ മെച്യൂരിറ്റി വാല്യൂയുടെ ഫോർമുല എഴുതാം. മെച്യൂരിറ്റി വാല്യൂ ഇസ് ഈക്വൽ ടു P into N പ്ലസ് ഇൻട്രസ്റ്റ്. സോ പ്രിൻസിപ്പിൾ നമുക്ക് 900 ആയിരുന്നു, into number of months 48 plus interest 882 R. Maturity value അവർ already തന്നിട്ടുണ്ടായിരുന്നു 52,020 rupees. മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. സോ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 43,200 എന്ന് കിട്ടും പ്ലസ് 882 R. ഓക്കെ, ഇനി നമ്മളുടെ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ പ്ലസ് ടേം ആദ്യം ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തെടുക്കണം. അത് മൈനസ് 43,200 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 882 R. രണ്ടും കൂടെ സബ്ട്രാക്ഷൻ ചെയ്തെടുക്കാം. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ 8,820 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 882 R. സോ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കൂടെയുള്ള പ്രോഡക്റ്റ് ടേം ഡിവൈഡ് ചെയ്ത് വരും. 8,820 by 882. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് 10% എന്ന് കിട്ടും. സോ R is equal to 10%. So next question നോക്കാം. Deepa has a 4-year recurring deposit account in a bank and deposit 1,800 rupees per month. If she get 1,08,450 at the time of maturity, find the rate of interest. So ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n എന്ന് പറഞ്ഞാൽ 4 years ആണ്. സോ അതിന് മന്ത്സിലോട്ട് കൺവേർഷൻ ചെയ്യുമ്പോൾ 4 into 12 that is 48 months എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 1,800 rupees per month ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ 1,800 rupees ആണ്. നെക്സ്റ്റ് മെച്യൂരിറ്റി വാല്യൂ കിട്ടുന്നത് 1,08,450 rupees ആണ് മെച്യൂരിറ്റി വാല്യൂ കിട്ടുന്നത്. നമുക്ക് ഫസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എഴുതാം. സോ I is equal to P into N plus 1 by 2 into 12 into R by 100. Okay, so principal എന്ന് പറഞ്ഞാൽ 1,800 ആണ്. N 48 plus 1 ചെയ്യുമ്പോൾ 49 by 24 into R അറിയത്തില്ല by 100. സോ ഇതിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വാല്യൂ വന്നിട്ട് 18 into 2 that is 36 into 49 ചെയ്യുമ്പോൾ 1,764 rupees R എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് മെച്യൂരിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. മെച്യൂരിറ്റി വാല്യൂ ആകുമ്പോൾ P into N plus I ആണ് വരുന്നത്. പ്രിൻസിപ്പൾ ആകുമ്പോൾ 1,800 into N 48 plus ഐയുടെ വാല്യൂ 1,764 R എന്നാണ് കിട്ടുന്നത്. മെച്യൂരിറ്റി വാല്യൂ ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1,08,450 ആണ് വന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 86,400 ആണ് വരുന്നത് പ്ലസ് 1,764 R equal to 1,08,450. So R കണ്ടുപിടിക്കാൻ ഈ ടേം അപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് അപ്പുറത്തോട്ട് വന്നപ്പോൾ മൈനസ് 86,400 equal to 1,764 R എന്ന് കിട്ടാം. സോ രണ്ടും കൂടെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് 22,050 എന്നാണ് കിട്ടുന്നത്, which is equal to 1,764 R. So R കണ്ടുപിടിക്കാൻ ഡിവൈഡിങ് 22,050 by 1,764 ഡിവൈഡ് ചെയ്യുമ്പോൾ 12.5% എന്ന് കിട്ടും. സോ ആറിന്റെ വാല്യൂ 12.5% എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. Mr. Brito deposit a certain sum of money each month in a recurring deposit account of a bank if the rate of interest is of 8% per annum and Mr. Brito gets 8,088 rupees from the bank after 3 years. Find the value of his monthly installment. സോ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് 3 years ആണ്. സോ മന്ത്സിലോട്ട് മാറ്റുമ്പോഴത്തേക്ക്
36 months എന്നിട്ട് Mr. Brito gets 8,088 from the bank. So 8,088 rupees ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് മെച്യൂരിറ്റി വാല്യൂ ആണ് 8,088 rupees ആയിട്ട് കിട്ടുന്നത്. So first നമുക്ക് ഇൻട്രസ്റ്റ് എഴുതാം. ഇൻട്രസ്റ്റ് is equal to P into n plus 1 into R by 2 into 12 by 100. Okay. So ഇതിൽ നമുക്ക് പ്രിൻസിപ്പൽ തന്നിട്ടില്ല. Find the value of his monthly installment ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് P ആണ് കണ്ടുപിടിക്കേണ്ടത്. So P ഇല്ല. ബാക്കി നമ്മൾ വാല്യൂ ഇടുമ്പോൾ n 36 plus 1 37 by 24 into R ന്റെ വാല്യൂ 8 ആയിരുന്നു by 100. So just simplify ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ വാല്യൂ വന്നിട്ട് 36 p എന്ന് കിട്ടും. ഓക്കെ അല്ല നമുക്ക് ഈ വാല്യൂ കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രാക്ഷൻ ആണ് കിട്ടുന്നത്. സോറി. സോ നമ്മളുടെ വാല്യൂ വന്നിട്ട് 12 into 37 by 100. So അതായത് 444 p already ഇവിടെ ഉണ്ട് by 100. That is 4.44 p എന്ന് കിട്ടും. 4.44 p. ഓക്കെ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി മെച്യൂരിറ്റി വാല്യൂ വരുമ്പോഴത്തേക്ക് p into n plus i. So പ്രിൻസിപ്പൽ നമുക്ക് അറിയത്തില്ല. n 36 plus i 4.44 p എന്നാണ് കിട്ടുന്നത്. മെച്യൂരിറ്റി വാല്യൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 8,088 rupees. So നമുക്ക് p യുടെ രണ്ട് ടേംസ് ആണുള്ളത്. So 36 p യും പിന്നെ 4.44 p. So രണ്ടും കൂടെ ആഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് 40.44 p എന്ന് കിട്ടും. രണ്ടും p യുടെ ടേംസ് ആയിട്ട് രണ്ട് ആഡ് ചെയ്യാം. ഇനി p യുടെ കൂടെ ഉള്ളത് ഡിവൈഡ് ചെയ്ത് വരും. അതായത് 8,088 by 40.44 എന്ന് കിട്ടും. സോ ക്യാൻസലേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 200 എന്നാണ് കിട്ടുന്നത്. സോ പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു 200. അതായത് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് 200 rupees ആണ് വരുന്നത്. ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. Next question. Shahrukh opened a recurring deposit account with a nationalized bank for a period of 2 years. If the bank pays interest at the rate of 6% per annum and the monthly installment is 1,000 rupees, find the interest earned in 2 years. Next, maturity value. So, രണ്ടെണ്ണമാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തെടുക്കേണ്ടത്. അതിൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1,000 rupees ആണ്. സോ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഇസ് ഈക്വൽ ടു 1,000 rupees. n 2 years ആണ്. സോ അതിനെ മാറ്റുമ്പോൾ 2 into 12 24 months എന്ന് കിട്ടും. പിന്നെ റേറ്റ് 6% എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ സോ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. അതിൽ i is equal to p into n plus 1 by 2 into 12 into r by 100. സോ നമ്മളുടെ പ്രിൻസിപ്പൽ 1000 ആയിരുന്നു. n വന്നിട്ട് 24 ആണ്. സോ n plus 1 വന്ന് 25 into r. r ന്റെ വാല്യൂ 6 ആണ് by 100. സോ ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിക്കണം ഫോർ 2 years. 2 yearsന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാണ് ഫസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. സോ നമ്മളുടെ കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും 25 into 6 എന്ന് കിട്ടും. ഇൻറ്റു പിന്നെ ഒരു 10 ആണ്. സോ 125 into 6 ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ വരുന്നത് 150 ആണ്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഒരു സീറോ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,500 rupees എന്ന് കിട്ടും. സോ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 1,500 rupees ആണ് വരുന്നത്. ഓക്കെ സെക്കൻഡ് അവർ ചോദിച്ചിരിക്കുന്ന മെച്യൂരിറ്റി വാല്യൂ ആണ്. സോ മെച്യൂരിറ്റി വാല്യൂ ആകുമ്പോൾ പ്രിൻസിപ്പൽ ഇൻറ്റു n പ്ലസ് i ആണ്. സോ പ്രിൻസിപ്പൽ വന്നിട്ട് പ്രിൻസിപ്പൽ നമുക്ക് 1000 ആയിരുന്നു. ഇൻറ്റു n 24 പ്ലസ് ഇൻട്രസ്റ്റ് 1,500. സോ 24,000 പ്ലസ് 1,500 എന്നാണ് കിട്ടുന്നത്. ആഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് 25,500 rupees എന്ന് കിട്ടും. 25,500 rupees. ഓക്കെ സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ മോഹൻ ഹാസ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ എ ബാങ്ക് ഫോർ 2 years at 6% per annum simple interest. If he gets 1,200 as interest at the time of maturity,
find monthly installment, second one amount of maturity. രണ്ടെണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. n is equal to 2 years. മാറ്റുമ്പോഴത്തേക്കും 2 into 12 monthsലോട്ട് ആക്കുമ്പോൾ 24 months എന്നിട്ട് നമ്മളുടെ റേറ്റ് വന്നിട്ട് 6% ആണ്. നെക്സ്റ്റ് if he gets 1200 as interest. So interest വന്നിട്ട് 1200 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Find the monthly installment കണ്ടുപിടിക്കണം. അതായത് P തന്നിട്ടില്ല, സോ അത് കണ്ടുപിടിക്കണം. സെക്കൻഡ് മെച്യൂരിറ്റി എമൗണ്ട് ഓഫ് മെച്യൂരിറ്റിയും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ഇൻട്രസ്റ്റിന്റെ ഫോർമുല P into n plus 1 by 2 into 12 into R by 100. So interest already തന്നിട്ടുണ്ട് 1200 ആണ്. P into next n ന്റെ വാല്യൂ 24 ആണ്. So 24 plus 1 25 by 24 into R 6 ആണ്. So calculation ചെയ്ത് വരുമ്പോഴത്തേക്കും 1200 into 100 ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് വരും 25 into 6 equal to P എന്ന് കിട്ടും. സോ നമുക്ക് സിംപ്ലിഫിക്കേഷൻ എല്ലാം ചെയ്യാം. സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വാല്യൂ എത്രയാ കിട്ടുന്നത് നോക്കാം. അതായത് നമ്മളുടെ വാല്യൂ വന്നിട്ട് 400 into 2 അതായത് 800 എന്ന് കിട്ടും. സോ പ്രിൻസിപ്പൽ വന്നിട്ട് 800 rupees ആണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ എമൗണ്ട് ഓഫ് മെച്യൂരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എമൗണ്ട് ഓഫ് മെച്യൂരിറ്റി കണ്ടുപിടിക്കാൻ മെച്യൂരിറ്റി വാല്യൂ is equal to P into n plus I. സോ പ്രിൻസിപ്പൽ വന്നിട്ട് 800 into n 24 plus ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ 1200. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 19,200 plus 1200 എന്ന് കിട്ടും, which is 20,400. ഇതാണ് നമുക്ക് കിട്ടുന്നത് 20,400 മെച്യൂരിറ്റി വാല്യൂ. സോ നമുക്ക് ഇൻട്രസ്റ്റും കിട്ടി, മെച്യൂരിറ്റി വാല്യൂ കിട്ടി. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ ബാങ്കിങ്ങിലെ എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഇൻട്രസ്റ്റ് മെച്യൂരിറ്റി വാല്യൂ വെച്ചിട്ടായിരുന്നു. അതിൽ ആകെ വരുന്ന ടേംസ് പ്രിൻസിപ്പിള്, പിന്നെ n, പിന്നെ അത് കഴിഞ്ഞിട്ട് R, ഇത്രയും വാല്യൂസ് മാത്രമാണ് നമുക്ക് അതിൽ വേണ്ടത്. സോ അത് വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ നമ്മുടെ ടോട്ടലി ആദ്യത്തെ സെക്ഷനില് ആദ്യത്തെ എക്സസൈസിൽ നമ്മൾ 2 പാർട്ട് വീഡിയോസ് ആണ് ഇട്ടിരുന്നത്. പിന്നെ ഇപ്പൊ സെക്കൻഡ് ഞാൻ ഒറ്റ പാർട്ടായിട്ടാണ് സെക്കൻഡ് എക്സസൈസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട്. സോ അതിലോട്ടൊന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ടേക്ക് കെയർ. ബൈ.